ഓടും നീരിൽ ഓരളை. ഹലോ വ്യൂവേഴ്സ്, ഞാനിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ. ഞങ്ങൾ ചങ്ങനാശ്ശേരിക്ക് പോകാൻ പ്ലാൻ ഇട്ട് പോകുന്ന വഴിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അടുത്ത ചായക്കടയിൽ സ്റ്റോപ്പ് ചെയ്തു. 4 പേരും ഓരോ കടിപലഹാരങ്ങളും മേടിച്ച് കഴിച്ചു. എന്നെ ഹാപ്പിയാക്കാൻ ഏറ്റവും എളുപ്പം ഫുഡാണ്. അച്ഛൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ഫോട്ടോ ഫ്രെയിം മാജിക് റേസ് പിക്ചേഴ്സിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഓൺ ദ വേയിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തു. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഇപ്പം ഞങ്ങൾ പോകുന്നതിൻ്റെ മെയിൻ കാര്യം അച്ഛൻ്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബർത്ത്ഡേക്കുള്ള കേക്ക് ഞങ്ങൾ മുത്തൂർ ആൻസിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾക്ക് ആർക്കും തന്നെ വിപ്പിംഗ് ക്രീമിനോടൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് അവിടെ ഒരു സ്പെഷ്യൽ പ്രലൈൻ കേക്ക് കിട്ടും. അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ്. കാണാൻ വലിയ ലുക്കില്ലെന്നേ ഉള്ളൂ, ആള് പൊളിയാണ്. സെയിം ടെക്സ്ചറുള്ള ഡിഫറെൻറ്റ് കേക്ക്സ് ഉണ്ട് ഇവർക്ക്. ബട്ടർ സ്കോച്ചും കോഫിയും എല്ലാം അടിപൊളി കേക്കുകളാണ്. അങ്ങനെ നേരെ ചങ്ങനാശ്ശേരിക്ക് വന്നു. നിയർ ബൈ മാർട്ടിൽ കയറി കുറച്ച് ബർത്ത്ഡേക്ക് അലങ്കോല പണികൾക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ കയറി. ഫ്രെയിം റെഡിയാന്ന് പറഞ്ഞ സ്റ്റുഡിയോയിൽ നിന്ന് റിമൈൻഡർ മെസ്സേജും വന്നു. ഇങ്ങനെ ചെയ്യൂ ബാലു, ഇങ്ങനെ ചെയ്യൂ ബാലു, ഇങ്ങനെ. നേരെ സ്റ്റുഡിയോയിലേക്ക് വിട്ടു. അവിടെ ചെന്ന് നമ്മൾ ഓർഡർ ചെയ്ത ഫ്രെയിമും ഫോട്ടോ ഫ്രെയിം കളക്ട് ചെയ്തു. വലിയ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു, അത്യാവശ്യം വലിയതായിരുന്നു. നല്ല അഫോർഡബിൾ റേറ്റിനുമാണ് അവർ ചെയ്ത് തന്നത്. എനിക്ക് സംഭവം ഇഷ്ടമായി. ചേട്ടന് മനസ്സിലായി അത് ഗിഫ്റ്റ് കൊടുക്കാനാണ്. ചേട്ടനകത്തേക്ക് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഈസിയായി ഗിഫ്റ്റ് റാപ്പ് ചെയ്ത സാധനം കയ്യിൽ കിട്ടി. വീട്ടിലെത്തി അലങ്കോല പണികളെല്ലാം തുടങ്ങി. ആദ്യം ബലൂൺ വെച്ച് ആർച്ച് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അച്ഛൻ വീട്ടിലെത്താറായി. സോ ഞങ്ങൾ വേഗം തന്നെ ബലൂൺ ഫില്ല് ചെയ്ത് വീടിൻ്റെ അകം ഫുൾ ബലൂണിൽ അങ്ങ് ഡെക്കറേറ്റ് ചെയ്യാതേക്കാന്ന് വിചാരിച്ചു. ഞങ്ങളിത് വ്ളോഗ് ആക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒന്ന് ഇൻസ്പയർഡായി ഒന്ന് പാരൻസിനെ ഹാപ്പി ആക്കാൻ ശ്രമിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് എൻ്റെ പാരൻസിന്. അവരുടെ ഹാപ്പിനെസ്സിലാണ് ഞാൻ എൻ്റെ ഹാപ്പിനെസ് കണ്ടെത്തിയിരിക്കുന്നത്. ബർത്ത്ഡേക്ക് ഇതുപോലെ വലിയ ഡെക്കറേഷനൊന്നും കൊടുക്കണമെന്നില്ല. രാവിലെ എണീറ്റ് അവരെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തൊരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്താൽ തന്നെ അവർ ഹാപ്പി ആകും. ബട്ട് സ്റ്റിൽ ഞാൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ സർപ്രൈസസ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ നോക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ അച്ഛയുടെ സന്തോഷം കണ്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കേക്കൊക്കെ വായിച്ചു കൊടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ണിച്ചനെ കുറേ മിസ് ചെയ്തു ഞങ്ങൾ. എന്നാലും വേണ്ടില്ല, അവൻ ഫുൾ ടൈം വീഡിയോ കോളിലുണ്ടായിരുന്നു. അവന് വരാൻ പറ്റാത്തത് കൊണ്ടാണെന്നറിയാം. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് അച്ഛയ്ക്ക് ഗിഫ്റ്റും കൂടെ അങ്ങ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ഫോട്ടോ ഫ്രെയിം ഹാൻഡ് ഓവർ ചെയ്തു. വലിയ എക്സ്പെൻസീവ് ഗിഫ്റ്റൊന്നുമല്ല, പക്ഷേ ഈ ഗിഫ്റ്റിൽ അച്ഛൻ ഹാപ്പിയായിരുന്നു, ഞാനും ഹാപ്പിയായിരുന്നു. വെഡ്ഡിങ് ആൽബം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛയുടെ വലിയ ആഗ്രഹമായിരുന്നു ആ ഫോട്ടോ ഒന്ന് വലുതായിട്ട് ഫ്രെയിം ചെയ്യണം. സോ അതങ്ങ് സാധിച്ചു കൊടുത്തു.
ഗിഫ്റ്റ് തുറന്നപ്പോൾ ഉണ്ണിനെ കോൾ ചെയ്ത് കാണിച്ചു. അവനും ഹാപ്പിയായി. അപ്പോൾ കുറേ നേരം അവൻ കോളിൽ സംസാരിച്ചു. അവന് ഫോട്ടോ ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു ഞങ്ങൾ. അവൻ പിന്നെ എന്തോ ബിസി ആയിരുന്നു ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ ആൾ കോൾ കട്ട് ചെയ്ത് ലേറ്റർ ഓൺ. അങ്ങനെ അതാണ് ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റ്. വലിയൊരു ഫോട്ടോ ഫ്രെയിം, ഞങ്ങളുടെ ഫുൾ ഫാമിലിയുള്ള ഒരു ഫോട്ടോ. അച്ഛയും അമ്മയും അങ്ങനെയാണ്, അവർ ഫാമിലിക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന. കുഞ്ഞിലെ തൊട്ട് ഞങ്ങളെ അങ്ങനെ തന്നെയാണ് ശീലിപ്പിച്ചേക്കുന്നത്. ഫാമിലിയാണ് ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ടേ ഉള്ള എല്ലാവരും. എനിക്കും അത് അങ്ങനെ തന്നെയാണ്, ഫാമിലി ഫസ്റ്റ്. ഇപ്പം എൻ്റെ ഫാമിലി വലുതായി, ഒത്തിരി വലുതായി. ആൻഡ് ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞു, ഫുഡെല്ലാം കഴിച്ചു. അമ്മ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും പിന്നെ പൊറോട്ടയും ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. ഇതെല്ലാം കൂട്ടി ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു ഹാപ്പി ആയിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാളും കൂടെ ഉണ്ട്. ആ ക്യാരക്ടറെ ഞങ്ങൾ മറന്നിട്ടല്ല, ഈ അലമ്പിൻ്റെ ഇടയ്ക്ക് അവളെ കൂടെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ അവൾ ഫുൾ അലമ്പാക്കും. കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അവളെ ഇറക്കി വിട്ടു. മുഴുവനും തിന്ന് തീർക്കാതെടാ ചെറുക്ക, ഒരല്യ അപ്പച്ചനും താടാ. പിന്നെ ആചാരം എന്നോണം കല്യാണം കഴിഞ്ഞൊരു പെങ്കൊച്ചല്ലേ, വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് പോകണ്ടേ തിരിച്ചു പോകുമ്പോഴത്തേക്കും. അപ്പോൾ വ്യൂവേഴ്സ്, നമ്മുടെ ഇന്നത്തെ സർപ്രൈസ് ബർത്ത്ഡേ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.